ഇന്ന് വൈകുന്നേരം വരുമ്പോൾ കുറച്ച് മാന്തൾ കൊണ്ടുവന്നു കേട്ടോ. ചെറിയ മാന്തളാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു മാങ്ങ കിട്ടിയില്ലേന്ന്. തേങ്ങ അരച്ച് മാങ്ങ ഇട്ടിട്ട് മാന്തൾ കറി വെക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷേ മാങ്ങ കിട്ടിയില്ല എന്ന്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തക്കാളിയും കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വറുക്കാനും എടുത്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് മീനൊന്നും വല്ലാതെ കൂട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 2-3 മാസം നമുക്ക് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ല, കഴിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി ഭക്ഷണം വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ തുടങ്ങി വരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന്. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ വീഡിയോ ആണ്. പിന്നെ കുറച്ച് മീൻ ഞാൻ വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യം തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വറുക്കാനായിട്ട് വെച്ചു. പിന്നെ കറിയും വറുത്തതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തില്ല കേട്ടോ. വേഗം ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചോറ് ഇട്ടു. കറിയും വറുത്തതും ഉച്ചക്കത്തെ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.